നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇപ്പോൾ കിട്ടിയതിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോന ജറിയും ചേരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. മന്ത്രിമാരുടെ ഉറപ്പിൽ വിശ്വാസമില്ലെന്ന് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരിച്ച സിദ്ധാർത്ഥിന്റെ പിതാവ്. കർശന നടപടിയുണ്ടാകുമെന്ന് പറയുന്നവർ തന്നെയാണ് കുറ്റക്കാരെ സംരക്ഷിക്കുന്നതെന്ന് ജയപ്രകാശ് പറഞ്ഞു. കേസിൽ ഡീനിനെയും വാർഡനെയും പ്രതി ചേർക്കണം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ഗവർണർ ഉറപ്പു നൽകിയെന്നും ജയപ്രകാശ് പറഞ്ഞു. എസ്.എഫ്.ഐ നേതാക്കളെ സംരക്ഷിക്കുന്നത് അവർ തന്നെയാണ്. അവർ നേതാക്കന്മാരെയാണ് സംരക്ഷിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ ഇതിനു മുമ്പേ പിടിക്കണമായിരുന്നല്ലോ. വെറും പ്രവർത്തകരല്ല, അവർ നേതാക്കന്മാരാണ്. അതൊന്ന് ആലോചിക്കണം. ആ നേതാക്കന്മാരെ സംരക്ഷിക്കേണ്ടത് അവർ ചുമതലയാണ്. അവരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അവർ ഡീനിനെ പ്രതി ചേർത്തേ പറ്റുള്ളൂ. ഡീനും അവിടുത്തെ വാർഡനും കൂടെ 3 ദിവസം വരെ കൊടിയ പീഡനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പബ്ലിക്കായിട്ടും കൊണ്ട് നടത്തി. പബ്ലിക് എന്ന് പറയുമ്പോൾ ഹോസ്റ്റലിൻ്റെ പുറത്ത് കൊണ്ട് നടത്തുമ്പോൾ ഡീൻ അറിയില്ല എന്ന് പറയുന്നത് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി സ്ക്വാഡ് രൂപീകരിച്ചെന്ന് പറയുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വന്നിരുന്നു. മേഡം പറഞ്ഞത് ഇങ്ങനെ എല്ലാം അന്വേഷിച്ച് കൊണ്ടുവരാം എന്നവർ പറയുന്നു. കൊണ്ടുവരാമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം സംഭവിച്ചിട്ട് ഏകദേശം 10-12 ദിവസമായി. ആദ്യം പ്രതി ചേർത്തിട്ടുള്ള ഈ 12 പേരായിരുന്നു. അതിനുശേഷമാണ് ബാക്കിയുള്ളവരുണ്ട് 18 പേര്. ആ 12 പേരിൽ ഇപ്പോഴും പ്രധാനപ്പെട്ട എല്ലാവരും ഒളിവിൽ കിടക്കുക. അത് വെറും പ്രവർത്തകരല്ല, വെറും എസ്.എഫ്.ഐ പ്രവർത്തകരല്ല, എസ്.എഫ്.ഐ ഭാരവാഹികളും കൂടെ. അപ്പോൾ അവരവിടെ പോയി എന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. ഇപ്പോഴും അവർ ആ 9 പേരെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 9 പേരെ മൊഴി എന്തായിരുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്, അതൊന്നും ഇപ്പോൾ എനിക്ക് വിവരം കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തൃപ്തിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അത് അടുത്ത സ്റ്റേജിലോട്ട് പോകും. ഒരാഴ്ചക്കകത്ത് ഞാൻ എൻ്റെ മകനെയും, ഇനിയൊരു മകനെയും വൈഫിനെയും കൊണ്ട് ചെന്നിട്ട് അവരെ വീട്ടിൽ പഠിക്കലെങ്കിൽ ഞാനും കിടക്കും. അതിൽ ഒരു രാഷ്ട്രീയക്കാരോ മറ്റേ ഞാൻ പിന്തുണയ്ക്ക് പോകില്ല. അവർ വേണമെങ്കിൽ പിന്തുണയ്ക്കട്ടെ, ഏത് രാഷ്ട്രീയക്കാരാണെങ്കിൽ. മീഡിയയിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യില്ല. ഇതുവരേക്കുള്ള അന്വേഷണത്തിൽ പൂർണ്ണമായിട്ടും ഞാൻ തൃപ്തനല്ല. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്. ഇതുവരെയ്ക്കും ഞാൻ തൃപ്തനല്ല, അത് ഞാൻ പറയാം, അവർ കിട്ടാത്തതുകൊണ്ട്. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, പല കോണുകളിൽ നിന്നും സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോഴിതാ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഈ പ്രതികളെ സംരക്ഷിക്കുന്നത് നേതാക്കൾ തന്നെ എന്ന ആരോപണം വരികയാണ്. നിലവിൽ ഈ അന്വേഷണത്തിൽ ഇവർക്ക് പൂർണ്ണമായ തൃപ്തിയുണ്ടോ? എന്താണ് കുടുംബത്തിന്റെ ആവശ്യം? പ്രവിത, സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് കോൺഗ്രസ് നേതാക്കൾ, ഗവർണർ, അതുപോലെ സംസ്ഥാന മന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള മന്ത്രിമാരൊക്കെ എത്തുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എത്തുന്നവർ സർക്കാരിൻ്റെ ഉറപ്പ്, അത് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പ് അവർ നൽകുന്നുണ്ട്. പ്രതിപക്ഷ നേതാക്കൾ വലിയ വിമർശനം എസ്.എഫ്.ഐക്കെതിരെയും അതുപോലെ CPM-നെതിരെയും ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രതികരണമാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മന്ത്രിമാരുടെ ഉറപ്പിൽ വിശ്വാസമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന് പറയുന്നവർ തന്നെയാണ് ഈ പ്രതികളെ സംരക്ഷിക്കുന്നത് എന്നാണ് പിതാവ് പറയുന്നത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രിമാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ സംഭവം നടന്ന് 10 ദിവസം കഴിയുന്നു. പ്രതിപട്ടികയിൽ ആദ്യം പ്രതി ചേർത്ത 12 പേരിൽ പ്രധാനപ്പെട്ട പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവർ വെറും പ്രവർത്തകരല്ല, എസ്.എഫ്.ഐ ഭാരവാഹികളാണ്. അവർ എവിടെ പോയി എന്ന് നേതാക്കൾക്കറിയാം. നേതാക്കളാണ് അവരെ സംരക്ഷിക്കുന്നത്. പ്രതികളെ അവർ സംരക്ഷിക്കുകയാണെന്നുള്ള കാര്യം തനിക്ക് വ്യക്തമായി തന്നെ അറിയാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല, ഈ നേതാക്കൾ സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ പോലീസ് ഇതിനു മുമ്പേ ഈ കുറ്റക്കാരെ പിടികൂടുമായിരുന്നു എന്നവർ പറയുന്നുണ്ട്. പാർട്ടി സംരക്ഷണം നൽകുമ്പോൾ പോലീസിന് ഏതറ്റവരെ പോകാൻ സാധിക്കും എന്നുള്ളതിൽ തനിക്ക് സംശയമുണ്ട് എന്നും പിതാവ് പറയുന്നുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ മുഴുവൻ പ്രതികളെയും പിടികൂടണം. പിടികൂടിയില്ല എങ്കിൽ താൻ അടുത്ത നടപടിയിലേക്ക് പോകും. മന്ത്രിമാരുടെയോ മുഖ്യമന്ത്രിയുടെയോ വീട്ടുപടിക്കലിലേക്ക് താനും കുടുംബവും എത്തി സമരം കിടക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നാണ് പിതാവ് ജയപ്രകാശ് വ്യക്തമാക്കുന്നത്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥരിൽ തനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇത് ഏതറ്റവരെ പോകും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് തനിക്ക് ആശങ്കയെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് ഈ ഡീനുമായി ബന്ധപ്പെട്ടാണ്. ഡീൻ ഇക്കാര്യങ്ങൾ കുടുംബത്തെ അറിയിച്ചു എന്നാണ് വാദിക്കുന്നത്. പക്ഷേ ഡീൻ ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഒരാഴ്ച വരെ ഡീനെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. ഡീനെയും വാർഡനെയും കൂടി ഈ സംഭവത്തിൽ പ്രതി ചേർക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ നടക്കുന്ന അക്രമ സംഭവങ്ങളെക്കുറിച്ച് ഡീൻ അറിയാമെന്നും ഡീൻ അവരുടെ ആളാണ് എന്നൊരു വാദവുമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഗവർണർ എത്തിയിരുന്നു. ഗവർണർ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുന്നതുവരെ താൻ കൂടെ നിൽക്കുമെന്ന് ഗവർണർ ഉറപ്പ് നൽകിയതായി പിതാവ് ജയപ്രകാശ് പറയുന്നുണ്ട്. ചെറിയവനോ വലിയവനോ എന്ന് നോക്കാതെ ഏതറ്റം വരെയും ഈ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി താൻ പോകും എന്ന ഉറപ്പ് ഈ കുടുംബത്തിന് ഗവർണറിൽ നിന്ന് ലഭിച്ചതായി അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ വിശ്വാസമുണ്ട്. പക്ഷേ മന്ത്രിമാരുടെ ഉറപ്പിൽ വിശ്വാസമില്ല. ഈ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്ന് പറയുന്നവർ തന്നെയാണ് ഈ പ്രതികളെ സംരക്ഷിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രവിത.
ശരി, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനെ വിശ്വാസമുണ്ട്, പക്ഷേ നേതാക്കളുടെ ഇടപെടൽ ഈ അന്വേഷണത്തിൽ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയാണ് അവർ പങ്കുവയ്ക്കുന്നത്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ഇന്തിഫാദ എന്ന് പേരിട്ടതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. പേര് പിൻവലിക്കണമെന്നാണ് ആവശ്യം. എതിർകക്ഷികൾക്ക് കോടതി നോട്ടീസ് അയച്ചു. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ ഇന്തിഫാദയുടെ അർത്ഥം എന്താണ്? ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഹർജി കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടത്? കൊല്ലം ജില്ലയിലെ അഞ്ചൽ പനയഞ്ചേരി സ്വദേശിയായ ആശിഷ് എന്ന വിദ്യാർത്ഥിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്ന കാര്യം, ഈ ഇന്തിഫാദ എന്ന് പറയുന്ന പേര് അത് ഭീകരവാദ സംവിധാനവുമായി, സംഘടനകളുമായും ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഈ കലാപരമായ കാര്യങ്ങൾക്ക് ഇടുന്നതല്ല. ഫലസ്തീനിൽ നടക്കുന്ന ഇസ്രയേൽ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് അവരിടുന്ന പേരാണ് ഇന്തിഫാദ എന്നുള്ളത്. ഇത് മതപരമായും അതോടൊപ്പം തന്നെ വിഘടനവാദ സ്വഭാവവും ഉള്ളതാണ്. അതിനാൽ ഒരു കലാപരമായ സൃഷ്ടിക്ക് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ കലാപരമായ പരിപാടിക്കിടാൻ പറ്റിയ പേരല്ല ഇത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹർജി നൽകിയത്. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഈ ഹർജി ഇന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. ശരി, എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ്. സംസ്ഥാനത്ത് ഈ മാസം സാധാരണയിലും കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ കേരളത്തിൽ വേനൽ മഴ കുറയും. രാജ്യത്ത് ഇത്തവണ ഉഷ്ണതരംഗ ദിനങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അലക്സ് റാം മുഹമ്മദ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്? ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? പ്രവിത, മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേനൽ കത്തും, ചൂട് കനക്കും എന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. മാർച്ച് മാസത്തിലെ ആകെയുള്ള പ്രവചനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിലവർ വ്യക്തമാക്കുന്നത് കേരളത്തിൽ സാധാരണയിലും കൂടുതൽ ചൂട് മാർച്ച് മാസത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ്. വേനൽ മഴ പൊതുവെ സാധാരണ നിലയിലായിരിക്കും മാർച്ച് മാസത്തിൽ. പക്ഷേ തെക്കൻ കേരളത്തിൽ സാധാരണ ലഭിക്കേണ്ട വേനൽ മഴയേക്കാൾ കുറവ് മഴയായിരിക്കും ലഭിക്കുക എന്ന് ഈ പ്രവചനത്തിൽ പറയുന്നുണ്ട്. മാർച്ച് മുതൽ മെയ് വരെയുള്ള സീസണിലും സാധാരണയേക്കാൾ കൂടുതൽ ചൂട് ഉണ്ടാകാനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. രാജ്യത്ത് ഇത്തവണ ഉഷ്ണതരംഗ ദിനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമെന്നും ഈ മാർച്ച് മാസത്തേക്കുള്ള പ്രവചനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പസഫിക് സമുദ്രത്തിൽ എൽ നീനോ പ്രതിഭാസം തുടരുന്നുണ്ട്. മൺസൂൺ ആരംഭത്തോടെ അത് സാധാരണ സ്ഥിതിയിലേക്ക് മാറാൻ സാധ്യത ഉണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. ഇന്ത്യൻ ഓഷൻ ഡൈപോൾ, അതായത് IOD പ്രതിഭാസം ഇപ്പോൾ സാധാരണ നിലയിൽ തുടരുന്നതായും ഈ പ്രവചനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്താണെങ്കിലും സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നുണ്ട്. ഇന്ന് 6 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോട്ടയത്തും തൃശ്ശൂരിലും ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് പ്രവചനമുണ്ട്. ഈ ജില്ലകളിൽ സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. പകൽ മാത്രമല്ല, രാത്രി ചൂടും വർദ്ധിക്കും. 28 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ പലയിടങ്ങളിലും രാത്രി ചൂടും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജാഗ്രത തുടരണം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിക്കണം. അത് മാത്രമല്ല, കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും കൂടി സാധ്യത പ്രവചിക്കുന്നുണ്ട്. അതിനുള്ള മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ശരി, എന്തായാലും സംസ്ഥാനത്ത് കടുത്ത വേനലിനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. വിവരങ്ങളാണ് അലക്സ് റാം മുഹമ്മദ് നൽകിയത്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വധശ്രമ കേസിലെ പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി വിധിക്കെതിരെ P. ജയരാജൻ. തനിക്ക് നീതി ലഭിച്ചില്ല, കോടതി നീതീകരിക്കാനാവാത്ത ധൃതി കാണിച്ചു, മറ്റൊരു ബെഞ്ചിലേക്ക് മാറേണ്ട കേസ് ധൃതിപ്പെട്ട് പരിഗണിച്ചുവെന്നും ആക്ഷേപം. ജുഡീഷ്യറിയിലെ പുഴുക്കുത്തുകൾക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കണമെന്നും പ്രലോഭനങ്ങൾക്ക് വശംവദരാകാതെ നീതി ലഭ്യമാക്കാനുള്ള ബാധ്യത ന്യായാധിപന്മാർക്കുണ്ടെന്നും P. ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ, ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്ന് അദ്ദേഹം മുൻപ് തന്നെ അറിയിച്ചിരുന്നതാണ്. ഇപ്പോൾ ഇതാ ഫേസ്ബുക്കിൽ അദ്ദേഹം വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വിശദമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രവിധ 1999 ഓഗസ്റ്റ് 25 തിരുവോണ നാളിലാണ് P. ജയരാജന്റെ കിഴക്കേ കതിരൂരിലുള്ള വീട്ടിൽ കയറി അക്രമി സംഘം ജയരാജനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഈ വധശ്രമ കേസിൽ നേരത്തെ പ്രതിപട്ടികയിൽ 9 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 6 പേരെ വിചാരണ കോടതി ശിക്ഷിച്ചു. അതിന്മേൽ പ്രോസിക്യൂഷന്റെയും ഒപ്പം പ്രതിഭാഗത്തിന്റെയും അപ്പീലുകളാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. അതിൽ ശിക്ഷിക്കപ്പെട്ട 6 പ്രതികളിൽ 5 പേരെയും വിട്ടയച്ചു. ഒരാളെ മാത്രമാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ഈ കാര്യത്തിലാണ് P. ജയരാജൻ തുടർച്ചയായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. തനിക്ക് ഇക്കാര്യത്തിൽ
നീതി ലഭ്യമായില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിമർശനം. നേരത്തെ തന്നെ ഈ കേസ് പരിഗണിച്ചിരുന്ന ബെഞ്ചിനെതിരായ പരാതിയും ചീഫ് ജസ്റ്റിസിന് നൽകിയിരുന്നു. ആ ഘട്ടത്തിൽ അത് പരിഗണിക്കപ്പെട്ടില്ല. പിന്നീട് ഇത് അവധിക്ക് വെച്ച് ഹൈക്കോടതി അവധിയിലേക്ക് പോകുമ്പോൾ ബെഞ്ച് മാറേണ്ടതാണ്. ബെഞ്ച് മാറ്റം ആവശ്യപ്പെട്ടിരുന്നു. അതിനൊരു സാധ്യതയുമുണ്ട്. അങ്ങനെ ഒരു സാധ്യത ആ ഘട്ടത്തിൽ പരിശോധിച്ചിരുന്നു, അല്ലെങ്കിൽ പരിഗണിച്ചിരുന്നു. പക്ഷേ ഈ കോടതിയും അത് ധൃതിപ്പെട്ട്, വെക്കേഷന് പോകുന്നതിന് മുൻപ് ധൃതിപ്പെട്ട് ഈ കേസ് പരിഗണിച്ചു. ഭാഗികമായി കേൾക്കാത്ത വാദം ഭാഗികമായി കേട്ടുവെന്ന് രേഖപ്പെടുത്തി. അങ്ങനെയാണ് പിന്നീട് വെക്കേഷന് ശേഷവും അതേ ബെഞ്ചിൽ തന്നെ കേസ് പരിഗണിക്കപ്പെട്ടത്. അതായത് ഈ ന്യായാധിപൻ്റെ ഭാഗത്ത് നിന്ന് ആ ബെഞ്ചിൽ തന്നെ കേസ് പരിഗണിക്കാനുള്ള ധൃതി ഉണ്ടായി എന്ന വിമർശനമാണ്, അതായത് ഹൈക്കോടതിക്കെതിരായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ജുഡീഷ്യറിയിലെ പുഴുക്കുത്തുകൾക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കണം. ഈ ന്യായാധിപന്മാർ പല പ്രലോഭനങ്ങൾക്കും വശംവദരാകുന്നുണ്ട്. അങ്ങനെയുള്ള പല സംഭവങ്ങളും രാജ്യത്തുണ്ട്. അങ്ങനെ ഈ ഇരകൾക്ക് നീതി ലഭ്യമാക്കുന്നതിന് പ്രലോഭനങ്ങൾക്ക് വശംവദരാകാതിരിക്കേണ്ട ബാധ്യത ന്യായാധിപന്മാർക്കുണ്ട് എന്നതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഇര എന്ന നിലയ്ക്ക് തനിക്ക് നീതി ലഭ്യമായില്ല, ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്ന മറ്റ് നിയമപരമായ കാര്യങ്ങൾ ചെയ്യും. ഈ ഇങ്ങനൊരു വിധി വന്നതിൽ അമ്പരപ്പ് പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം തന്നെ അക്കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ കോടതിയെ വിമർശിക്കുന്നു, ഒപ്പം മറ്റ് നിയമസാധ്യതകൾ പരിശോധിക്കും എന്നുകൂടി പി ജയരാജൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു വെക്കുകയാണ്. പ്രവിത, വധശ്രമക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി വിധിക്കെതിരെയാണ് പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പറവട്ടാനിയിൽ വാഹനാപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. നിയന്ത്രണം വിട്ട ബൈക്ക് സ്കൂൾ വാനിലേക്കും സ്വകാര്യ ബസ്സിലേക്കും ഇടിച്ചു കയറിയാണ് അപകടം. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, ഈ അപകടമുണ്ടായത് എങ്ങനെയാണ്? പ്രവിത, ഇന്ന് 3:15 കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. പറവട്ടാനി പോസ്റ്റ് ഓഫീസിന് സമീപത്ത് വെച്ച് ഈ ബൈക്ക് എതിർവശത്ത് വരികയായിരുന്ന സ്കൂൾ വാൻ, അതൊരു ചെറിയ സ്കൂൾ വാനാണ്, അത് പെട്ടെന്ന് വലത്തുവശത്തേക്ക് തിരിയുകയും ഈ ബൈക്ക് അമിത വേഗത്തിലെത്തി ഈ സ്കൂൾ വാനിൽ ആദ്യം ഇടിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ അവിടെ നിന്ന് ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച ബൈക്ക് പിന്നീട് വന്ന് ഈ സ്വകാര്യ ബസ്സിന് മുന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈ ഇടിയുടെ ആഘാതത്തിലാണ് 2 പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ മരിച്ച ആളുകളുടെ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. 18 വയസ്സുള്ള നെല്ലിക്കുന്ന് സ്വദേശി ജെറിൻ, അതുപോലെ തന്നെ 17 വയസ്സുള്ള സൂര്യ വില്ലടം സ്വദേശിയാണ്. ഇരുവരുമാണ് മരിച്ചത്. ഈ അപകടത്തിൽ തുടർന്ന് ഇവരുടെ മൃതദേഹം ഇപ്പോൾ തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രവിത, ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ബംഗളൂരുവിലെ ഹോട്ടലിൽ നടന്നത് IED സ്ഫോടനമെന്ന സൂചന. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് നടത്തിയ അട്ടിമറിയാണോയെന്ന് സംശയമെന്ന അന്വേഷണ സംഘം. ഉച്ചയ്ക്ക് 1:30-ആയിരുന്നു സ്ഫോടനമുണ്ടായത്. മനീഷ് മൂർത്തി ബംഗളൂരുവിൽ നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രവിത, 3 രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഒന്ന്, ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്ന രീതിയിൽ തന്നെയാണ് ഒരു ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു. മറ്റൊന്ന്, ഈ ഹോട്ടലിനകത്ത് പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു, അതായത് ഗ്യാസിൻ്റെ പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ രീതിയിൽ ആ പൈപ്പ് ലൈനിൽ ഉണ്ടായിരുന്ന ലീക്കാണോ അതിനുള്ള കാരണം, സ്ഫോടനത്തിനുള്ള കാരണം എന്ന് പരിശോധിക്കുന്നു. മറ്റൊന്നാണ് ഈ പറഞ്ഞ രീതിയിലുള്ള അട്ടിമറി ശ്രമത്തിലേക്കുള്ള ഒരു സൂചനകൾ. അത് അവിടെ നിന്നും കണ്ടെത്തിയ ഒരു ബാഗ്, അത് ഈ കടയുടെ ഉടമസ്ഥ പറയുന്നുണ്ട് അത്തരത്തിൽ ആ ഒരു ബാഗാണ് അതായത് ദുരൂഹ സാഹചര്യത്തിലാണ് ബാഗ് അവിടെ കണ്ടത്, ആ ബാഗിൽ നിന്നാണ് സ്ഫോടനം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഉടമ തന്നെ പറയുന്നുണ്ട്. എന്തായാലും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ. അവിടെ നിലവിലിപ്പോൾ അവിടെ IG അശോക് മോഹന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ പരിശോധന നടത്തുന്നുണ്ട്. NIA സംഘമുണ്ട്. മാത്രമല്ല ഇന്റേണൽ സെക്യൂരിറ്റി വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തുന്നുണ്ട്. ബോംബ്, ഡോഗ് സ്ക്വാഡ്, അതുപോലെ തന്നെ ഫോറൻസിക് ടീം, ഇത്രയും സംഘങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ രമേശ്വരം കഫയിൽ പരിശോധന നടത്തുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ഒരു അട്ടിമറി സാധ്യതയൊന്നും ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഒന്നും തന്നെ പോലീസിൽ നിന്നൊന്നും തന്നെ സ്ഥിരീകരിക്കുന്നില്ല. അവർ പറയുന്നത് ഫോറൻസിക്കിന്റെ പരിശോധനാ ഫലം വരട്ടെ, അതിനുശേഷം മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും പ്രാഥമികമായി ഇപ്പോൾ ഒരു സിലിണ്ടർ പൊട്ടിത്തെറിച്ചുള്ള ഒരു അപകടം എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ, അതായത് ആ രീതിയിലാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. അത് സ്വാഭാവികമായും അവിടെയുള്ള ഉടമ പോലും, അതായത് ഈ ഹോട്ടലിൻ്റെ ഉടമ പോലും പറയുന്നത് അവിടെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ബാഗ് ഉണ്ടായിരുന്നു, ഈ ബാഗിൽ നിന്നാണ് സ്ഫോടനം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുമുണ്ട്. എന്തായാലും എല്ലാ മേഖലകളിലേക്കും അന്വേഷണമുണ്ട്. CCTVകൾ, അടുത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ആ രീതിയിലാണ് എന്തായാലും അന്വേഷണം ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യോ ഒന്നും തന്നെ ഈ രീതിയിലുള്ള ഒരു കാര്യത്തിലേക്ക്, ഒരു അട്ടിമറി സാധ്യതയെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ അത് അവർ തള്ളുന്നുമില്ല. അവർ പറയുന്നത്, മാധ്യമപ്രവർത്തകർ വീണ്ടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, എന്തായാലും പരിശോധനാ ഫലങ്ങൾ വരട്ടെ, ഫോറൻസിക്കിന്റെ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ പറയാൻ സാധിക്കൂ എന്നാണ്. പ്രവിത, ബംഗളൂരുവിലെ ഹോട്ടലിൽ നടന്നത് IED സ്ഫോടനമെന്ന് സൂചന. സ്ഫോടന വസ്തുക്കൾ ഉപയോഗിച്ച് നടത്തിയ അട്ടിമറിയാണോ എന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. വിവരങ്ങളാണ് ബംഗളൂരുവിൽ നിന്ന് മനീഷ് മൂർത്തി നൽകിയത്. ഒരിടവേള കൂടി.
ഇന്ത്യ സഖ്യത്തെ രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ സഖ്യകക്ഷികൾ സന്ദേശ് ഖാലിയിൽ മൗനം പാലിച്ചു. ബിജെപിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്തത്. തൃണമൂൽ കോൺഗ്രസ് സ്ത്രീകളുടെ മാനം വെച്ച് രാഷ്ട്രീയം കളിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. बंगाल की स्थिति भी आज पूरा देश देख रहा है. मां, माटी, मानुष, ये इसके ढोल पिटने वाली टीएमसी ने संदेश खाली की बहनों के साथ जो किया है वो देखकर पूरा देश दुखी है, आक्रोशित है. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, എവിടെ വെച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സഖ്യത്തിനെതിരായ വിമർശനം? മറ്റു വിശദാംശങ്ങൾ. പ്രവിധ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമ ബംഗാളിലെ പ്രചരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ ഒരു ആഴ്ചക്കിടെ അദ്ദേഹത്തിന്റെ 3 ബംഗാൾ സന്ദർശനങ്ങളാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ആരംഭാഗിലാണ് പ്രധാനമന്ത്രിയുടെ ആദ്യ പരിപാടി ഇന്ന് നടന്നത്. ഈ റാലിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃണമൂൽ കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യകക്ഷികളെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. തൃണമൂൽ കോൺഗ്രസിന്റെ ആപ്തവാക്യമായ മാ മട്ടി മനുഷ് എന്നതിനെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് തൃണമൂലിനെതിരെ വിമർശനം ഉന്നയിച്ചത്. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലി ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചരണ വിഷയമാക്കും ബിജെപി എന്ന് ഉറപ്പായിരുന്നു. അത് പ്രധാനമന്ത്രി കൃത്യമായി തന്നെ ഇന്നത്തെ പ്രചരണ പരിപാടിയിൽ ബോധ്യപ്പെടുത്തി. സന്ദേശ് ഖാലിയിൽ സംഭവിച്ചത് അറിഞ്ഞിരുന്നെങ്കിൽ രാജാറാം മോഹൻ റോയിയുടെ ആത്മാവ് വേദനിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ ഈ ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്തത് ബിജെപിയുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണെന്നും ഈ സന്ദേശ് ഖാലിയിൽ നടന്ന ക്രൂരതയ്ക്ക് മുന്നിൽ മറ്റ് ഇന്ത്യ സഖ്യകക്ഷികൾ മൗനം പാലിച്ചു എന്ന വിമർശനവും പ്രധാനമന്ത്രി ഉന്നയിച്ചു. മഹാത്മാഗാന്ധിയുടെ 3 വാനരർ, കണ്ണും കാതും വായും പൊത്തിയ 3 വാനരെ പോലെയാണ് ഇന്ത്യ സഖ്യകക്ഷികൾ പെരുമാറുന്നത് എന്ന വിമർശനവും പ്രധാനമന്ത്രി ഉന്നയിച്ചു. പ്രവിധ, പ്രധാനമന്ത്രിയുടെ ബംഗാൾ സന്ദർശനം തുടരുകയാണ്. വലിയ വിമർശനമാണ് ഇന്ത്യ സഖ്യത്തിനെതിരെ പ്രധാനമന്ത്രി ഉന്നയിച്ചത്. വിവരങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്. നോക്കാമിനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു. ഇനി 100 വാർത്തകളുടെ സമയം. 100 ന്യൂസുമായി ശ്രീലക്ഷ്മി എത്തും. നമസ്കാരം.